ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു പൂന്തോട്ടമാക്കിയാൽ എന്താ? ചെല്ലപ്പനോട് പറഞ്ഞാൽ മതി. ചെല്ലപ്പൻ സാർ ശരിയാക്കണം. വരൂ. ഇതിങ്ങനെ ഇവിടെ നശിപ്പിക്കണോ? വേണമെങ്കിൽ റിപ്പയർ ചെയ്തെടുത്തോളൂ. എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ജീപ്പാണ്. സൗദാമിനിക്കോ? ആ ശുഭയർ, വരണം വരണം. ശുഭയർ, ഈ ജീപ്പ് ഒന്ന് കണ്ടീഷനാക്കി എടുക്കണം. വർക്ക്ഷോപ്പ് കൊടുക്കാം. എന്താ ശുഭയർ ഒന്നും മിണ്ടാത്തത്? ശുഭയർ. മുതലാളി, കൊച്ചു മുതലാളി, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? കേട്ടു, നല്ല പോലെ കേട്ടു. പറഞ്ഞ പോലെ എല്ലാം ചെയ്തോളാം. ഇന്ന് തന്നെ റിപ്പയർ ചെയ്യിക്കാം. വരൂ സൗദാമിനി. ചെല്ലപ്പാ, நிஜம்மா இது நிஜம்மா இந்த குதிரைக்காரனாய் வந்தவன் குடும்பக்காரனாய் மாறியதும் நிஜம்மா. മല്ലി, മല്ലി, എവിടെ പോയി കിടക്കുന്നില്ല? ഞാൻ എന്താടി ഇവിടെ കണ്ടത്? എന്റെ ജീവിതം കൊണ്ടാണ് കളി. നീ ഈ നിമിഷം അവിടെ കേട്ട് കിട്ടണം. ഞാനടി പുറത്ത്. കൊച്ചമ്മ, ഇതിനൊക്കെ ഈ ഉള്ളവളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? എന്നെ മാത്രം ഇറക്കി വിട്ടാൽ മതിയോ? അതെ സൗദാമിനി, അവൾ പറയുന്ന കാര്യമാണ്. എന്ത് സൗദാമിനി, കണ്ടതും കേട്ടതും മറക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്ന് വെച്ചാൽ ഞാൻ ഇതിനൊക്കെ കൂട്ടി നിൽക്കണമെന്നോ? നീയുമായി ബന്ധപ്പെടുന്നതിന് മുൻപും ഞങ്ങൾ ഇങ്ങനൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയിരുന്നു. ആ സാരമില്ല, ക്ഷമിച്ചുകള. വരട്ടെ. എടാ, നീ രണ്ടു കാലിൽ നടക്കുന്ന കണ്ടപ്പോൾ ഒരു മനുഷ്യനാണെന്ന് കരുതി. സിദ്ധയ്യന് ഇതിൽ കാര്യമില്ല. സിദ്ധയ്യന് മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. സിദ്ധയ്യൻ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും സിദ്ധവന് പറയാനുള്ളത് പറയും. ഒരു കൊടിച്ചുപട്ടിയുടെ നന്ദി പോലും കാണിക്കാത്ത കഴുതേ. എടാ പട്ടി, നീ എന്നെ തല്ലിയല്ലേ? പാല് തന്നെ കഴിക്കാണല്ലോ നീ കൊത്തിയത്. ഞാൻ ഇതിന് നിന്നോട് എന്തെങ്കിലും പകരം ചോദിക്കും, ഓർമ്മിച്ചോ? ഇനിയും ഇവിടെ നിന്ന് നാവനക്കിയാൽ നിന്റെ ശവം ഞാൻ എടുപ്പിക്കും.
നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ വെച്ച് ഇതിനൊക്കെ ധൈര്യം വന്നു? ഈ ധൈര്യം എന്റെ കൂടപ്പിറപ്പാണ്. നിങ്ങളെ ഭർത്താവാക്കിക്കൊണ്ട് ഞാൻ എന്റെ തെറ്റ് തിരുത്തുകയായിരുന്നു. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സ്നേഹവും സ്ഥാനവുമാണ് നിങ്ങൾക്ക് ഞാൻ തന്നത്. എന്റെ മനസ്സിലും ഈ സ്വത്തിലും. അതിനിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറയുന്നത്? ഒന്നും സംഭവിച്ചില്ല അല്ലേ? ദേ, ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. മേലാൽ ഇത്തരം കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ മെനക്കെട്ടരുത്. കണ്ണുപിടിക്കണ്ട. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ പിടിച്ച നിന്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. സാധനങ്ങളെല്ലാം കയറ്റിയോ? ഓ, കയറ്റി. വാ മോളെ. ബേബി എവിടെ കൊണ്ടുവന്നു? ഇവിടെ നടക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ ലക്ഷ്മിയമ്മേ? എനിക്കിനി ആകുള്ളത് എന്റെ ഈ മകൾ മാത്രമാണ്. ഇവൾ ഈ ചുറ്റുപാടിൽ വളരാൻ പാടില്ല. ഞാൻ ഇവളെ ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ പോകുകയാണ്. വാ മോളെ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കോ, ഞാൻ പറയാം. ഓഹോ, നേരിട്ട് സംസാരിച്ചു തുടങ്ങിയോ? കുറച്ച് വർഷങ്ങളായല്ലോ നേരിട്ട് സംസാരിച്ചിട്ട്. ഇനി സംസാരിക്കാതിരിക്കാൻ വയ്യ. ആരാണ് ചിത്രം താഴെയിട്ട് നശിപ്പിച്ചത്? എന്റെ മകളാണ്. അവൾ കത്രയ്ക്ക് ധിക്കാരമോ? പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ നിന്റെ അറിവോട് കൂടിയാണ് അവൾ ചെയ്തത്? അതെ, ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്നത് അവൾ ഇപ്പോൾ ചെയ്തു എന്ന് കരുതിയാൽ മതി. സൗദാമിനി, ഇതിന്റെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. എങ്കിൽ ഇനി പറയാൻ ഞാൻ ഒന്നും ബാക്കി വയ്ക്കുന്നില്ല. എത്ര പണം വേണമെങ്കിലും തരാം. ദയവ് ചെയ്ത് ഈ ബന്ധത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു തരണം. ഓഹോ, അതിനാണോ ഈ ബഹളമൊക്കെ? ഇല്ല, ഞാനങ്ങനെ മാറിത്തരാൻ വിചാരിക്കുന്നില്ല. നാട്ടുകാരെന്നെ നോക്കി ചിരിക്കുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാൻ ഇത് ആവശ്യപ്പെടാതിരുന്നത്. ഞാൻ മാറിത്തന്നില്ലെങ്കിൽ എന്റെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളുമെന്ന് പറയാനാണോ തമ്പുരാട്ടിയുടെ ഭാവം? അതിനെനിക്ക് ഇപ്പോഴും ഇവിടെ ആളുകളും അധികാരവുമുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇവിടെ ഒന്നും ഇറങ്ങുമ്പോൾ അമ്മയുടെയും മകളുടെയും ജീവൻ എന്റെ കയ്യിലുണ്ടായിരിക്കും. അതോർത്ത് മതി ഇനി എന്തെങ്കിലും പ്രവർത്തിക്കും.